കുട്ടികളിൽ ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, വൈകാരികമായ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, സുരക്ഷിതത്വ ബോധമില്ല, അവർ വഴിതെറ്റുന്നുണ്ട്, അവരിൽ അവർ നമ്മൾ ആഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളിലും അവർ വരാൻ കൂട്ടാക്കുന്നില്ല, പലയിടത്തും നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പഴികൾ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവർ നമ്മുടെ അടുത്തേക്ക് വന്ന സമയത്തൊക്കെ നമ്മൾ എന്താണ് അവർക്ക് കൊടുത്തത്? അവരെ ഒന്ന് എക്സൈറ്റ് ചെയ്യിക്കാൻ, അവരെ കുറച്ചുകൂടെ ഒന്ന് സന്തോഷമുള്ളവരാക്കാൻ, അവരെ കുറച്ചുകൂടെ ഒന്ന് സുരക്ഷിതമായി ഫീൽ ചെയ്യിക്കാൻ, അവർക്ക് കൂടുതൽ നന്മകൾ കാണിച്ചു കൊടുക്കാൻ, പ്രചോദനം കൊടുക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞായിരുന്നു. പലപ്പോഴും അവർ വന്നിരുന്നു. ആ വന്ന സമയത്തൊക്കെ അവരെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്? ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമല്ലേ പിന്നീട് അവർ വരാതെ പോയത്? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. കുട്ടികളാരും മോശക്കാരായതുകൊണ്ടല്ല, അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്താൽ അവർ നമ്മളെയും റെസ്പെക്റ്റ് ചെയ്യും. നമ്മളവർക്ക് നല്ല കാഴ്ചകളും നല്ല മൂല്യങ്ങളും നല്ല ചിന്തകളും ഒക്കെ നൽകാൻ പരിശ്രമിച്ചാൽ, അതിനുവേണ്ടി മൈൻഡ്ഫുള്ളായിട്ട് ഇടപെട്ടാൽ അവരും തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരും. ഒരു സംശയമില്ല. നമുക്ക് കൂടുതൽ നന്മയും സന്തോഷവും എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അതിനുള്ളൊരു എക്കോസിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വീഡിയോ ഒക്കെ വലിയ റെസ്പോൺസാണ് പൊതുവെ ഉണ്ടാക്കിയത്. ഒരുപാട് എമിനൻ്റായിട്ടുള്ള ആൾക്കാരൊക്കെ വിളിക്കുകയും ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല, അത് മുന്നോട്ട് വെച്ച പല വിഷയങ്ങളെക്കുറിച്ചും വളരെ ആഴത്തിൽ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഇടയാവുകയും ചെയ്തു. അപ്പം പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ തലമുറ അവർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരുന്നില്ല, അല്ലെങ്കിൽ ഈ തലമുറയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജെൻസി അങ്ങനെയാണ്, ജെൻസി ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പറയാൻ ശ്രമിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഇത്രയും കാലം ഉണ്ടായ കുട്ടികളെല്ലാം ഒരുപോലെ തന്നെ ഉണ്ടായവരാണ്. മാറുന്ന ഇവിടുത്തെ സാഹചര്യങ്ങളാണ് മാറുന്നത്, നമ്മളുടെ ആക്ഷൻസാണ്. ആക്ഷൻസ് മാറുന്നതിനനുസരിച്ച് അവരുടെ റിയാക്ഷൻസ് മാറുന്നു. അപ്പോൾ കുറേ ആക്ഷൻസിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ആലോചനയോടെ അല്ലെ മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് അവർക്ക് കിട്ടുന്ന ആക്ഷൻസിനെ മോഡിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻസും ഒരുപാട് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതിനുള്ള തടസ്സം പ്രധാനമായിട്ട് എന്താണ്? ഒന്നാമത് വ്യക്തി താല്പര്യങ്ങളാണ്. പൊതുവേ വ്യക്തികൾക്കെല്ലാം അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികൾക്കായിട്ടുള്ളൊരു പ്രോഗ്രാം നടക്കുകയാണ്. അതിന് റിസോഴ്സ് പേഴ്സണായിട്ട് വിളിച്ചിരിക്കുന്നത് ആ ആളിൻ്റെ ഒരു ബന്ധുവിനെയാണ്. ഒരു കോമ്പീറ്റൻസി ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഒരു കോമ്പീറ്റൻസി ഇല്ലെങ്കിലും കുട്ടികൾക്കായതുകൊണ്ട് എൻ്റെ ബന്ധുവിനെ ഇവിടെ അവതരിപ്പിക്കാം, ബന്ധു തിരിച്ചെന്തെങ്കിലും നമുക്ക് ഇങ്ങോട്ട് തരുന്നു, നീ എൻ്റെ പുറം ചൊറി, ഞാൻ നിൻ്റെ പുറം ചൊറിയാം എന്ന് പറയുന്ന പരിപാടികളാണ് പലയിടത്തും നടക്കുന്നത്. ഒരു കോളേജിൽ ഒരു പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത്, സാറേ എനിക്ക് നല്ലൊരു പരിപാടി നടത്തണമെന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ചുമതലയിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് വേറെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് വി ഡോണ്ട് റെസ്പെക്റ്റ് ദം, അവരിൽ നിന്ന് നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അവർക്ക് നല്ലത് കൊടുത്തില്ലെങ്കിൽ അവരിൽ നിന്ന് നല്ലതൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വ്യക്തി താല്പര്യങ്ങൾ ഒരു തലമുറയോടുള്ള നമ്മുടെ ഒരു ഒബ്ലിഗേഷനും നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉയർന്നു നിൽക്കണം. വ്യക്തി താല്പര്യത്തിന് മുകളിൽ അത് നിൽക്കണം. എല്ലാവരും അത് പാലിക്കാൻ തയ്യാറാവണം. ഈവൻ മാതാപിതാക്കൾ പോലും വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തി പലപ്പോഴും കുട്ടികളെ കുറച്ച് കളയാൻ ശ്രമിക്കാറുണ്ട്. അത് വളരെ അപകടകരമായ കാര്യമാണ്. അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? അതുപോലെ തന്നെയാണ് ഈ ലാഭക്കൊതി. നമ്മൾ നോക്കിക്കഴിയുന്ന വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് ലാഭക്കൊതി മൂത്തിട്ട് പലതും വിറ്റഴിക്കാനുള്ള താല്പര്യം കൊണ്ട് അടുത്ത തലമുറയുടെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ചോ അവരുടെ ഒരു സന്തോഷകരമായ ടേൺ അറൗണ്ടിനെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കില്ല, കച്ചവടം നടത്തേണ്ട സാധനങ്ങളെല്ലാം നടത്തി വരുമ്പോൾ കുട്ടികൾ മാർക്കറ്റിൽ ചന്തയിൽ വീണുപോകും. അപ്പോൾ ചിന്ത കൊണ്ട് ഉയർന്നു നിൽക്കണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. സ്ഥാപിത താല്പര്യങ്ങൾ, എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ വളർത്താനായിട്ട് അതിനുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തി, ചില വർഗങ്ങളുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയൊക്കെ കുട്ടികളെ കുറച്ച് കളയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ എന്നോട് പറയുന്നത്, സാറേ കുട്ടികളാരും വരുന്നില്ല. കുട്ടികൾ എങ്ങനെയാണ് വരുന്നത്? കുട്ടികൾ വരണമെങ്കിൽ കുട്ടികൾക്ക് പ്രയോജനമുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നണം, കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നുവെന്ന് അവർക്ക് തോന്നണം. കുട്ടികൾക്ക് സന്തോഷവും നന്മയും കൊടുത്താൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നിന്ന് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഈ ലോകത്ത് ലഭിക്കും. അത് വളരെ അനുഗ്രഹകരമായൊരു കാര്യമാണ്.
അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് എന്ത് നമ്മൾ കൊടുക്കുന്നു അതാണ് കുട്ടികൾ ലോകത്തിലേക്ക് കൊടുക്കുന്നത്. ഇതിനൊരു പെയ്ഡ് ഫോർവേഡ് ഫിലോസഫി ഉണ്ട്. നമ്മൾ അവർക്ക് കൊടുത്തത് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒരു എക്കോസിസ്റ്റം തന്നെ നമ്മൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു ശൃംഖല സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് കൊടുക്കുന്ന, കുട്ടികളുമായി ഇടപെടുന്ന എല്ലായിടത്തും കൂടുതൽ സന്തോഷവും കൂടുതൽ നന്മയും കൊടുക്കാൻ, നന്മ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ വലിയ വ്യത്യാസം നമുക്ക് സമൂഹത്തിൽ കാണാം. ഇത് ഒരു പ്രാക്ടീസായിട്ട് എടുക്കണം. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ചില രാജ്യങ്ങളൊക്കെ കുട്ടികളെ വലിയ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ ചില രാജ്യങ്ങളെ പറ്റിയൊക്കെ അവിടെ സ്കൂൾ ബസ് നിർത്തുമ്പോൾ 2 സൈഡും വാഹനങ്ങളെല്ലാം നിർത്തുന്നു. കുട്ടികളെ അവർ വലിയ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. കുട്ടികളെ സ്കൂളുകളിലൊക്കെ വലിയ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. കുട്ടികളെ സമൂഹത്തിലെല്ലായിടത്തും അവരെ വളരെയധികം ഫോക്കസ് ചെയ്യുന്നു, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളോടുള്ള റെസ്പെക്റ്റ് വളരെ കുറവാണ്. കുട്ടികളെ എന്തിനാണ് റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന അധ്യാപകർ പോലുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. ഒരു സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നത് പ്രധാനമായും 4 കാര്യങ്ങൾ കൂടെയാണ്. ഒന്ന് പ്രചോദനമാണ്. ഈ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് കാര്യങ്ങളെ ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും അത് ഇൻസ്പയർ ചെയ്യുന്നതാണോ? കുട്ടികളെ ആവേശത്തിലേക്കും സന്തോഷത്തിലേക്കും ഒരു കാഴ്ചപ്പാടിലേക്കൊക്കെ ഉയർത്തുന്നതാണോ? നമ്മൾ സ്കൂളുകളിലൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നു. നമ്മൾ തന്നെ വീട്ടിലൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നു. കുട്ടികളെ കുറേ കൂടി എക്സൈറ്റ് ചെയ്യിക്കുന്ന, കുട്ടികളെ കുറേ കൂടെ ഒന്ന് ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന, കുട്ടികളെ കുറച്ചുകൂടെ ഒന്ന് ചലിപ്പിക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്? പലപ്പോഴും പേഴ്സൺ ഈസ് മൂഡ് വെൻ ഈസ് ഇമോഷൻ ഈസ് മൂഡ്. പലപ്പോഴും ഒരു മനുഷ്യനെ നീക്കണമെങ്കിൽ അവൻ്റെ വികാരത്തെ നീക്കണം, അല്ലെങ്കിൽ അവനെ വൈകാരികമായി സ്വാധീനിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ ഒരു പഠനം തന്നെ, ഒരു വിഷയം പഠിക്കണമെങ്കിൽ, ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കണമെങ്കിൽ, എന്ത് പഠിക്കണമെങ്കിൽ അവരെ നമ്മൾ ഇൻസ്പയർ ചെയ്യണം. അപ്പോൾ ഇൻസ്പയർ ചെയ്യുമ്പോഴാണ് അവരിൽ അതിൻ്റെ ഒരു ആവേശം ഉണ്ടാകുന്നത്, ഒരു ഡ്രൈവും സ്പിരിറ്റും ഒക്കെ ഉണ്ടാകുന്ന ആ സമയത്താണ്. അപ്പോൾ പ്രചോദനങ്ങൾ ആവശ്യമാണ്. പ്രചോദിപ്പിക്കാൻ എല്ലാവർക്കും കഴിയില്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നവരെ നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. ലോകത്തെ പ്രചോദിപ്പിക്കുന്നവരെ പറ്റിയൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ തന്നെ ഈ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ചില പ്ലെയേഴ്സൊക്കെ വലിയ ഇൻസ്പിറേഷനാണ്. അവരുടെ സ്റ്റോറീസൊക്കെ വലിയ ഇൻസ്പിറേഷനാണ്. അവരെ പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ധാരാളം ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കും അത്തരം ഐക്കൺസിനെയൊക്കെ ഉപയോഗപ്പെടുത്താം. ലോകത്ത് നടക്കുന്ന ഏത് കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന, ചെറുപ്പക്കാരെ പ്രചോദിപ്പിക്കുന്ന ഏത് കാര്യങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു കാഴ്ചകളിൽ മാത്രം അത് നിന്നു പോകാതെ അതിൻ്റെ ഒരു സബ്സ്റ്റൻസിലേക്ക്, അതിൻ്റെ ഒരു കണ്ടൻറ്റിലേക്ക്, അതിൻ്റെ ഒരു നന്മയിലേക്കൊക്കെ നമുക്ക് കൂടുതൽ അവരെ കൊണ്ടുപോകാം. ഓരോരുത്തരും എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ കാണുന്നത്, എങ്ങനെയാണ് അവർ കളിയോടുള്ള അവരുടെ പ്രൊഫഷണലിസം, എങ്ങനെയാണ് അവരുടെ ഫാമിലിയെ കണക്ട് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ സ്റ്റോറീസായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ, അവരെ ഇൻസ്പയർ ചെയ്യാൻ ധാരാളമായിട്ട് ശ്രമിക്കുക. നന്മയുടെ ഒരു ചെയിൻ സൃഷ്ടിക്കാനായിട്ട്, ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാനായിട്ട്, സന്തോഷത്തിൻ്റെ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് കുട്ടികളെ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കാൻ കഴിയുന്ന, ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കൂടുതലായിട്ടുണ്ടാവണം. കുട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കൊടുക്കാൻ കഴിയും. അതൊന്നും ചെയ്യുന്നില്ല. കുട്ടികളൊക്കെ ഇരുത്തി ഉറക്കുക, അവരെ അങ്ങ് ഡ്രൈ ആക്കി കളയുക. അവിടെയാണ് ഇപ്പോൾ കുട്ടികൾ അത്തരം കാര്യങ്ങളോട് അവർക്ക് വെറുപ്പാവും. അയ്യോ സാറേ വേണ്ട, അത്തരം പരിപാടികളെ വേണ്ട. കാരണം ആ മുൻ അനുഭവങ്ങൾ അതുപോലത്തെയാണ്. നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും, ചെറുപ്പക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അതൊക്കെ അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, അവരെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ താല്പര്യങ്ങളെല്ലാം അവിടെ മാറ്റി വയ്ക്കണം. നമ്മുടെ ലാഭക്കൊതിയൊക്കെ മാറ്റി വെക്കണം. സ്ഥാപിതമായ ലക്ഷ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുക, കുട്ടികളെ ഫോക്കസ് ചെയ്യുക. കാരണം ഇനി അതല്ലാതെ നമുക്കൊരു തിരിച്ചുവരവിനൊരു സാധ്യതയില്ല. അവരെ നമ്മൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ഒരു സംശയമില്ല. അല്ലെങ്കിൽ അവർ വേറൊരു ലെവലിലേക്ക് പോകുന്നു. പിന്നെ അവരുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ മൂല്യങ്ങളിലും ഒക്കെ അവരെ നിർത്തണമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് അവരെ ബോധിപ്പിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ടാവും. രണ്ടാമതായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്.
കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അത്തരത്തിലുള്ളൊരു എക്കോസിസ്റ്റം നമുക്ക് ആവശ്യമാണ്. അവർക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കാതിരിക്കുക. അവരുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അക്ഷരത്തെറ്റിനെ കുറിച്ച് പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയോ എന്തോ ചെയ്തു, അതിനെപ്പറ്റിയൊക്കെ വിവാദങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ കുട്ടികളെയൊക്കെ തിരുത്തണം. അതിനൊന്നും കുഴപ്പമില്ല. ആ തിരുത്തലും ഒരു സഹായമാണ്. അത് തിരുത്തേണ്ടതായ രീതിയിലായിരിക്കണം. അവരെ ഇൻസ്പയർ ചെയ്യണം. അവർക്ക് പലതരത്തിലുള്ള കുറവുകൾ, തടസ്സങ്ങൾ ഒക്കെയുണ്ട്, അത് മാറ്റിക്കൊടുക്കാൻ. ഇപ്പോൾ പഠനപരമായിട്ടുള്ള കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് വലിയൊരു ഹെൽപ്പാണ്. ഒരുപാട് കുട്ടികൾ അടുത്ത് എന്ത് പഠിക്കണമെന്ന് അവർക്കറിയില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല. നല്ല സ്റ്റഡി ഹാബിറ്റ്സ് അറിയാൻ വയ്യാത്ത ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെ തടസ്സങ്ങളുണ്ട്. മെൻ്റൽ ഹെൽത്തിലെ തടസ്സങ്ങളുണ്ട്, ശാരീരികമായ ആരോഗ്യത്തിലെ തടസ്സങ്ങളുണ്ട്. പല കുട്ടികൾക്കും കുടുംബത്തിനുള്ളിൽ നിന്ന് അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. സ്കൂൾ തലത്തിൽ, കോളേജ് തലത്തിലൊക്കെ പല ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്നുണ്ട്. ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ അവർക്ക് സഹായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുരക്ഷിതത്വം, അവർ സേഫാണെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം തടസ്സങ്ങളൊക്കെ മാറ്റാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ആത്മീയ രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർ അത്തരം തടസ്സങ്ങളൊക്കെ നീക്കിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതൊക്കെയാണ് ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കുറേ കൂടെ മെച്ചപ്പെടുത്താൻ, അവരെ കുറേ കൂടെ ഉയർന്ന നിലയിലേക്ക് ചിന്തിക്കാൻ, അവർക്ക് അവരുടെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ അവരെ എങ്ങനെ നമുക്ക് സഹായിക്കാം. ഈ സഹായങ്ങൾ ധാരാളമായിട്ട് കുട്ടികളുടെ, ഇപ്പോൾ ഒരു ചേർച്ച് തന്നെ എന്നോട് പറഞ്ഞു, സുനിൽ സാറേ ഞങ്ങൾക്ക് 36 കുട്ടികളാണ് ഒരു ടീനേജിലുള്ളത്. ആ 36 കുട്ടികളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? അത്തരം ഒരു ചോദ്യം പോലും എന്നെ പ്രചോദിപ്പിച്ചു. കാരണം അങ്ങനെയൊന്ന് ചിന്തിക്കാൻ, ആ 36 കുട്ടികളെ കണ്ടുപിടിച്ചു, ആ 36 കുട്ടികളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? അവരൊരു 3 കൊല്ലം കഴിയുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തെ നല്ല ഡെവലപ്മെൻറ്റ്, ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അല്ലാതെ എത്ര വെടിക്കെട്ട് നടത്തി, എത്ര നാസിക് ഡോൾ അടിച്ചു, ഇതൊന്നും അല്ല. കുറേ മരാമത്ത് പണി നടത്തുക, ശവക്കല്ലറയിൽ വരെ കൊണ്ടുപോയി ടൈലിടുക, ഇതൊന്നും അല്ല ഇപ്പം നമുക്ക് ആവശ്യം. അതൊക്കെ വേണ്ടാന്നല്ല, അതിനേക്കാളും പ്രാധാന്യം അറിയിക്കുന്നുണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ വരുത്തേണ്ട ഡെവലപ്മെൻറ്റുകൾ. അവർക്ക് തോന്നണം അവർ കെയർഡാണ്, അവർ വാണ്ടഡാണ്, അവരെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ആ ഫീലിങ്ങിലാണ് അവർ നമ്മളുമായിട്ട് കണക്റ്റ് ആകുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ആക്ഷൻസ് വേണം, ധാരാളം പ്രവർത്തനങ്ങൾ വേണം. സമൂഹത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങളുടെ കുറവുണ്ട്. ഇപ്പം തന്നെ മെൻ്റൽ ഹെൽത്ത് രംഗത്ത് യാതൊരു പ്രവർത്തനങ്ങളും ഇല്ല. മെൻ്റൽ ഹെൽത്ത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ വരണം. നല്ല ശുഭകരമായ കാര്യങ്ങളൊക്കെ ലോകം കേൾക്കണം. നല്ല വാർത്തകളൊക്കെ കൂടുതൽ പ്രചരിപ്പിക്കണം. ഈ അസുഖകരമായ വാർത്തകൾ, അസുഖകരമായ ഈ പീഡനം, ഒളിച്ചോട്ടം, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും അവിഹിതം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പ്രചോദിപ്പിക്കുന്ന നമ്മുടെ ആ വിരലുകളുണ്ടല്ലോ, അതിനെയൊക്കെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് വിടുന്ന, അതൊക്കെ ഷെയർ ചെയ്ത് വിടുന്ന അത്തരം വിരലുകൾക്കൊക്കെ വലിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് ഈ കാലഘട്ടത്തിൽ. ഒരു നന്മയുള്ള ഒരു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യത്തില്ല. എന്താ കാര്യം? നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നന്മ ഷെയർ ചെയ്യാൻ തോന്നത്തുള്ളൂ. ഒരു നല്ല വാർത്ത, ഒരിടയ്ക്ക് നല്ല വാർത്ത എന്നും പറഞ്ഞ് മാതൃഭൂമിയിലൊരു വാർത്തയുണ്ടായിരുന്നു. എനിക്കൊന്ന് അത് കേൾക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ തോന്നിവാസ വാർത്തയിലേക്ക് ഇവരൊക്കെ പോയത്. നല്ല വാർത്ത കേൾക്കാൻ ആരുമില്ല. നല്ല കാര്യങ്ങളെ കൂടുതൽ പ്രചരിപ്പിക്കുകയും, ഇപ്പോൾ തന്നെ അബ്ദുൽ കലാമിൻ്റെ മനോഹരമായ ഒരു ആർട്ടിക്കിളുണ്ട്. അത് ഈ ഒരു പത്രമാധ്യമത്തിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് പത്രമാധ്യമങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഏതോ ഒരു വലിയ യുദ്ധം നടക്കുന്ന സമയത്ത്, ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ആ യുദ്ധത്തിൻ്റെ വാർത്തകളെ പുറകിലത്തെ പേജിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു മരുഭൂമിയിലൊരു കൃഷിയിടം സൃഷ്ടിച്ച ഒരു കർഷകൻ്റെ വിജയമാണ് അന്നത്തെ മെയിൻ വാർത്തയായിട്ട് കൊടുത്തത്. ഒരു വലിയ ചിന്തയാണിതൊക്കെ. നമ്മൾ എന്തിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്? എന്തിനെയാണ് കൂടുതൽ പ്രചരിപ്പിക്കേണ്ടത്? നല്ല വാർത്തകളും നല്ല കഥകളും സന്തോഷകരമായ കാര്യങ്ങളൊക്കെ കൂടുതൽ കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിനും അവൻ്റെ ഉള്ളിലെ സന്തോഷത്തിനും അവൻ്റെ ഒരു പ്രത്യാശയ്ക്കുമൊക്കെ ആക്കം കൂടും. ഇതൊന്നുമില്ല നല്ലത് കേൾക്കാൻ. രാവിലെ പത്രം എടുക്കുമ്പോൾ മുതൽ, അല്ലെ ടി വി വെച്ചാൽ ആ ടി വി മുതൽ, അല്ലെങ്കിൽ നമ്മൾ സാമൂഹ്യ മാധ്യമം ഓൺ ചെയ്താൽ എല്ലായിടത്തും കാണുന്ന കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതിങ്ങനെ ആഘോഷിക്കുന്ന ഒരു സിസ്റ്റത്തിൽ, ആ എക്കോ സിസ്റ്റത്തെ നമ്മൾ തിരിച്ച്
ഒരു നന്മയുടെ കൂടുതൽ നന്മയും സന്തോഷവും ഒക്കെ സൃഷ്ടിക്കുന്നതിലേക്ക് നമ്മൾ ശ്രമിക്കണം. നാലാമതായിട്ട് ഇതിനൊരു കണ്ടിന്യൂവേഷനാണ്. ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ കുട്ടികളെ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങൾക്കും ഒരു കണ്ടിന്യൂവേഷനും ഇല്ല. ഞാൻ പല ഓർഗനൈസേഷനോടും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് യൂത്തിന് വേണ്ടിയുള്ള എന്ത് ബഡ്ജറ്റാണുള്ളത്? ലോകത്തിലെ ഏറ്റവും വലിയൊരു യുവജന സംഘടന എന്ന് പറയുന്ന ഒരു സംഘടനയിൽ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പരിപാടിയില്ല. അവർ വലിയ ഒക്കെ അവരുടെ യൂത്ത് എന്നൊക്കെ അവരുടെ പേരിലുണ്ട്, ഒരു പരിപാടിയില്ല. കുറേ കിളവന്മാർക്ക് വേണ്ടിയുള്ള പരിപാടികളാണ് നടക്കുന്നത്. അതിന് വേറെ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ പ്രായമുള്ളവർക്ക് വേണ്ടിയൊക്കെ നടത്താൻ വേറെ ഉള്ളൂ. യൂത്തിന് വേണ്ടി നിങ്ങൾ, വാട്ട് ഈസ് യുവർ ബഡ്ജറ്റ് ഫോർ ഡെവലപ്പിംഗ് യങ്സ്റ്റേഴ്സ്? വാട്ട് ഈസ് യുവർ ആക്ഷൻസ് ഫോർ ഡെവലപ്പിംഗ് യങ്സ്റ്റേഴ്സ്? ഇപ്പോൾ ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള എന്ത് പദ്ധതികളുണ്ട്, എന്ത് പ്രോഗ്രാംസ് ഉണ്ട്, അതിനുവേണ്ടിയുള്ള ബഡ്ജറ്റ് എന്തുണ്ട്? ഒന്നുമില്ല. നമ്മൾ ആരാധനാലയങ്ങൾ നമ്മൾ നോക്കിയാൽ മതങ്ങളെല്ലാം എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക? മതങ്ങളെല്ലാം വിദ്വേഷം പ്രചരിപ്പിക്കാൻ, അതെല്ലാം ഞങ്ങളുടെയാണ്, അതെല്ലാം പിന്നെ ഞങ്ങളുടെ കുറേ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മതങ്ങളൊക്കെ. എത്ര അപഹാസ്യമാണ്. വെറും അർത്ഥശൂന്യമായ കാര്യങ്ങളുടെയൊക്കെ പുറകിനാണ് മതങ്ങളൊക്കെ പോകുന്നത്. മതങ്ങളോട് എനിക്ക് ചോദിക്കുക, ഏത് മതമായിക്കോട്ടെ, നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങളൊരു നാവനക്കിയിട്ടുണ്ടോ ഈ കാലം അത്രയും? കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മതങ്ങളെല്ലാം ചീറ്റുന്നത് വിഷമാണ്. അവരുടെ സ്വന്തം മതത്തിലുള്ള മനുഷ്യൻ ഗതികെട്ട് ജീവിക്കുമ്പോൾ, ഡിവോഴ്സുകൾ കൂടുമ്പോൾ, തൊഴിലില്ലായ്മയിൽ പെട്ട് കിടക്കുമ്പോൾ, പഠിക്കാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ, പിന്നെ കുടുംബജീവിതത്തിലെല്ലാം വലിയ തകർച്ചയുണ്ടാകുമ്പോൾ, ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ, സാമൂഹികപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ, അതിഭീകരമായ രോഗങ്ങൾ അനുഭവിക്കുമ്പോൾ, ഇവിടെ പിന്നെ വെറും വിഷം ചീറ്റിക്കൊണ്ട് നടക്കുകയാണ് മതങ്ങളൊക്കെ. ഇതുകൊണ്ടാണ് ആധുനിക കുട്ടികൾ മതത്തെയൊക്കെ വെറുക്കുന്നത്. അവർക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. കുറേ റിച്വൽസാണ് ഇപ്പം, കുറേ റിച്വൽസും കുറേ വിഷം ചീറ്റലും. റിച്വൽസ് നടത്തി പണം ഉണ്ടാക്കുക, അത് വെച്ചിട്ട് വിഷം ചീറ്റുക, ഇതാണ് നടക്കുന്നത്. എല്ലാ മതങ്ങളുടെയും അവസ്ഥ ഇതാണ്. ചിലതൊക്കെ ഇച്ചിരി ഭേദമാണെന്ന് തോന്നിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ചിലതൊക്കെ അതിദാരിദ്ര്യമാണ്. ഓരോരുത്തരും ചിന്തിക്കുക, അവനവൻ്റെ മതത്തെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കുക. എൻ്റെ മതം എന്താണെന്ന് അന്വേഷിക്കാൻ നടക്കണ്ട. അവിടെയാണ് അതിൻ്റെ വേറൊരു വലിയ വിഷമെന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയാളുടെ മതം എന്താ, അല്ലെ അവൻ്റെ രാഷ്ട്രീയം എന്താ? എൻ്റെ രാഷ്ട്രീയവും മതമൊന്നും ആരും അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പലരും വീഡിയോയുടെയൊക്കെ, എല്ലാവരും അല്ല, വളരെ അപൂർവമായിട്ട് ചിലരെങ്കിലും വീഡിയോയുടെയൊക്കെ പിന്നെ റിയാക്ട് ചെയ്യുന്നത് വ്യക്തിപരമായ റിയാക്ഷൻസാണ്. ഇതൊക്കെ വളരെ ബാലിശമാണ് ഈ ആധുനിക കാലത്ത്. പറയുന്ന കാര്യങ്ങളിലുള്ള എതിർപ്പുകളോ അതിനുവേണ്ട ചർച്ചകളോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിറ്റിസിസംസോ ഉണ്ടാവട്ടെ. ഐ എം ഓൾവേസ് ഹാപ്പി ടു റിസീവ് ഇറ്റ്. അവിടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ നന്മ ഉൽപ്പാദിപ്പിക്കണം. നമ്മളൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര നന്മ ഉൽപ്പാദിപ്പിച്ചു? നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇടപെട്ട മനുഷ്യരിൽ, അത് ഒരു തൊഴിലിടത്തിലായിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ, ഞാൻ ഇടപെട്ടത്. ഇപ്പോൾ അധ്യാപകർ തന്നെ, ഇന്ന് ഞാൻ ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ വളരെ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ആണ് അധ്യാപകർക്കൊരു വ്യത്യസ്തമായ മാനസികാവസ്ഥയാണ്. രാവിലെ വന്നിട്ട് അവിടെ ഇരുന്ന് പിന്നെ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കേണ്ട ജോലിയല്ല. അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട്, പ്രായമുള്ളവരുമായിട്ട് ഇടപെടുന്ന പോലെ അല്ല നമ്മൾ കുട്ടികളുമായിട്ട് ഇടപെടുന്നത്. മറ്റേത് തൊഴിലിനേക്കാളും വളരെയധികം റെസ്പെക്റ്റോടുകൂടിയും വളരെ ഡിഗ്നിറ്റിയോടും കൂടി പെരുമാറേണ്ട ആൾക്കാരാണ് അധ്യാപകർ. ഒരു ഹെഡ് മാസ്റ്റർ വളരെ ദുഃഖത്തോട് പറയുകയാണ്, ആ ഒരു മൈൻഡ് ആർക്കും ഇല്ല. വാട്ട് യു കോൺട്രിബ്യൂട്ട് ടു യുവർ ജോബ്, അതാണ് നന്മയെന്ന് പറയുന്നത്. എന്ത് കിട്ടിയെന്നുള്ളതല്ല, അത് സാലറി എത്ര കിട്ടുന്നു. എല്ലാവരും നമ്മൾ സാലറി, ഞാൻ ഭയങ്കര ജോലി, വലിയ ആളാണ്. വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? നമ്മൾ ചെയ്യുന്ന ആ തൊഴിലിൽ നമ്മുടേതായ എന്ത് കോൺട്രിബ്യൂഷൻ എക്സ്ട്രാ കിട്ടി? പലരും ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനത്തിൻ്റെ വിലയാണോ ഓർക്കേണ്ടത്, ആ സാധനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ മൂല്യമാണോ ഓർക്കേണ്ടത്? വലിയൊരു ചിന്തയാണ്. ഞാൻ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ പലരും ഞാൻ തന്നെ ചോദിക്കാറുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ എനിക്ക് തന്ന ഫീസാണോ ഞാൻ തന്ന മൂല്യമാണോ ഓർക്കുന്നത്? അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ഫീഡ്ബാക്കാണ്. നമ്മൾ കൊടുക്കുന്ന മൂല്യം, അത് ഒരു എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ, സെയിൽസിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ. നമ്മൾ പറഞ്ഞതിനേക്കാൾ ഒരു എക്സ്ട്രാ കൊടുക്കാൻ നമുക്ക് കഴിയണം.
അപ്പോഴാണ് സന്തോഷം സൃഷ്ടിക്കപ്പെടുന്നത്. ഇതാണ് കുട്ടികളിലൊക്കെ നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു വലിയ നന്മ. ചേതൻ ഭഗത് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അവരെല്ലാം നല്ലവരാകണം, പക്ഷെ കണ്ടുപിടിക്കാനൊന്നുമില്ല, അനുഭവിക്കാനൊന്നുമില്ല. നല്ലതൊന്നും കാണാനോ അനുഭവിക്കാനോ ഇല്ലാതെ അവരെങ്ങനെയാണ് നല്ലവരാകുന്നത്? അവിടെയല്ലേ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ ഒരു മനുഷ്യൻ നിരാഹാരം കിടക്കുകയാണ്. എന്താണേലും ഒരു മനുഷ്യൻ ഒരു രാജ്യത്ത് നിരാഹാരം കിടക്കുമ്പോൾ അധികാരികൾ അവിടെ ചെന്ന് അത് പരിഹരിക്കാൻ, കാരണം ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ നിരാഹാരം കിടക്കുന്ന ഒരാൾ മരിച്ചാൽ അതെത്ര വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഒരു രാജ്യത്തിൻ്റെ മേലുണ്ടാക്കുക. അപ്പോൾ അവിടെ ചെന്നു അതിനകത്ത് ഇടപെടണം. സെൻസിറ്റീവ് ആയിരിക്കണം ഭരണാധികാരികൾ, ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിരിക്കണം ആത്മീയ രംഗത്തുള്ളവർ, വിദ്യാഭ്യാസ രംഗത്തുള്ളവർ. ഓരോ രംഗത്തും നമ്മൾ കൊടുക്കേണ്ട ഒരു കോൺട്രിബ്യൂഷൻ, അതിനൊക്കെ ഉണ്ടാകേണ്ട പ്രത്യേകമായ ചില ട്രേറ്റ്സ് ഉണ്ട്. ഇതെല്ലാ രംഗത്തും ഉണ്ടാകേണ്ടതാണ്. കളികൾ നടക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിക്കുന്നു, ഒരു രാജ്യം തോക്കും, ഒരു രാജ്യം ജയിക്കും. പക്ഷേ ആ കളി കഴിയുമ്പോൾ അവർ തമ്മിൽ എത്ര സ്നേഹത്തോടു കൂടി പിരിയും. ഇതൊക്കെയാണ് കുട്ടികൾ അവർക്ക് കൊടുക്കുന്ന, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മാതൃകകൾ. അതൊക്കെയാണ്. ഇത് ഹസ്തദാനം കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കുക, അതൊക്കെ നല്ലതാണ്, പൊളിറ്റിക്കലി നല്ലതാണ്. പക്ഷേ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മൂല്യങ്ങളിൽ അതൊക്കെ വലിയ ദോഷം ചെയ്യും. എത്രയും ചേർത്ത് പിടിക്കാനും എല്ലാവരും തമ്മിൽ സഹകരിക്കാനും സ്നേഹിക്കാനും ഒക്കെ നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഡിഫറൻസും സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതൊക്കെ വേറെയാണ്. അത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ വലിയ അപകടങ്ങളുണ്ട്. എന്താണ്? അടുത്ത തലമുറ കണ്ടു വളരുന്നത് വളരെ മോശമായ ചില മാതൃകകളായിരിക്കും. ക്ലാസ്സുകൾ നമ്മൾ വേർതിരിക്കുന്നു, വലിയ അപകടകരമാണ്. തീരെ നന്മയില്ലാത്ത പ്രവർത്തനമാണ്. ഇൻക്ലൂസീവായിട്ടുള്ള ക്ലാസ് റൂംസ് ഉണ്ടാകുന്നില്ല. റിലിജിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമുറിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതെല്ലാം അപകടകരമായിട്ടാണ് പോകുന്നത്. അപ്പോൾ വളരെ മോശമായിട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ നിന്ന് കുട്ടികളിൽ നന്മയും സന്തോഷവും ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ എല്ലാ രംഗത്തും, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സർക്കാരുകൾ, ഇങ്ങനെ താഴെ നമ്മുടെ വീടുകൾ ഇൻക്ലൂസീവാക്കുക, എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ കരുതുകയും സ്നേഹിക്കുകയും കുറവുള്ള കുഞ്ഞിനെ കൂടുതൽ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. കുട്ടികൾക്ക് വേണ്ടി ചിലപ്പോൾ തോറ്റു കൊടുക്കുകയോ ഒന്ന് താന്നു കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കുന്നത്. അവരിൽ സന്തോഷം, സുരക്ഷിതത്വം, കൂടുതൽ നന്മ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കുമ്പോൾ മോശപ്പെട്ട കാര്യങ്ങളിലൊക്കെ കുട്ടികൾ പോകുന്നത് പലപ്പോഴും അവരിലൊരു മൂല്യബോധം കൊടുക്കാനോ അവരിൽ നന്മ കൊടുക്കാനോ അവരിൽ സന്തോഷം കൊടുക്കാനോ ഒക്കെ കഴിയാതെ പോയപ്പോഴാണ് അവർ മോശപ്പെട്ടതിനെയൊക്കെ അന്വേഷിച്ച് പോയിട്ടുള്ളത്. നമ്മൾ ഈ ഡ്രഗ് അഡിക്ഷനിലേക്കൊക്കെ വരുന്ന കുട്ടികളെയൊക്കെ നോക്കിയാൽ സന്തോഷമില്ലാത്ത കുട്ടികളാണ്, നന്മ അനുഭവിക്കാത്ത കുട്ടികളാണ്. ഇതിനൊക്കെ ആരാണ് കാരണക്കാർ? നമ്മളെ ഓരോരുത്തരും അതിന് കാരണക്കാരാണ്. വിദേശ രാജ്യത്തൊക്കെ ധാരാളം സംഘടനകൾ, മലയാളി സംഘടനകളുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ചുമ്മാതെ ഇവിടുന്ന് ഓരോ പ്രാഞ്ചിയേട്ടന്മാരെ കൊണ്ടുപോയി ആദരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതൊക്കെ ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ച് നന്മയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ആരാണ് കൂടുതൽ നന്മയും സന്തോഷമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്? അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെയൊക്കെ അംഗീകരിക്കുക, അവരെയൊക്കെ ചേർത്ത് പിടിക്കുക. നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെങ്കിലും പ്രോത്സാഹിപ്പിക്കുക, അവരോടൊക്കെ വിളിച്ചൊരു നല്ല വാക്ക് പറയുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സമൂഹത്തിൽ നന്മയുടെ അംശം കൂടാതെ, നല്ലത് കാണിച്ചു കൊടുക്കാൻ കഴിയാതെ ഒരിക്കലും ഒരു യുവതലമുറയെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റില്ല. ഇഫ് വി ഡോണ്ട് ഹാവ് ക്വാളിറ്റി ചിൽഡ്രൻ ടുഡേ, വി ആർ നോട്ട് ഗോയിങ് ടു ഹാവ് എനി ക്വാളിറ്റി ഫ്യൂച്ചർ ടുമോറോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതിൽ നിന്നാണ് അവർ നാളെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ അനുഭവങ്ങളെ കൂടുതൽ എൻറിച്ചിങ് ആക്കാൻ, കൂടുതൽ സന്തോഷമുള്ളതാക്കാൻ, കൂടുതൽ നന്മയുള്ളതാക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ മനുഷ്യർ ഈ ലോകത്തുണ്ട്. ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, ഫോർച്ചുനേറ്റ്ലി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചു, എനിക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ല. സോ ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഗുഡ് ടു ദ സൊസൈറ്റി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതാണ് ഒരു ഗ്രേറ്റ്ഫുൾ ആർട്ട് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ്ഫുൾനെസ് തന്നെ നമുക്കില്ലാതെ പോയതുകൊണ്ടാണ് അടുത്ത തലമുറ ഇന്നും മെറ്റീരിയലിസത്തിൽ കിടക്കുന്നത്. ഇന്ന് ലാഭം ഉണ്ടാക്കാനും പിന്നെ നേട്ടം ഉണ്ടാക്കാനും മാത്രം ഓടുന്നതിൻ്റെ കാരണം ആ ഗ്രേറ്റ്ഫുൾനെസ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമുക്ക് കുറേ ആരാണ് യഥാർത്ഥത്തിൽ റിച്ചായിട്ടുള്ള മനുഷ്യൻ? വൺ ഹു ഈസ് ഹാവിങ് ഫ്യൂവർ വാണ്ട്സ്.
അമിതമായ ആഗ്രഹങ്ങളില്ലാത്ത ഒരാളാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ. അല്ലാതെ ഏറ്റവും വലിയ കൂടിയ കാറിൽ നടക്കുന്ന ആളോ ഒന്നുമല്ല. നമ്മുടെ ആ അമിതമായ ആർത്തിയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറേ കൂടി സ്വസ്ഥതയും സമാധാനവും സന്തോഷമൊക്കെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, യു ആർ ഡെഫിനറ്റ്ലി എ റിച്ച് പേഴ്സൺ. നമുക്ക് കൂടുതൽ നന്മ സമൂഹത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം. അത് ചെയ്യാത്ത ആൾക്കാരെ കർശനമായി നമ്മൾ തിരുത്തണം. ഒരുപാട് ഉഡായിപ്പ് പരിപാടികൾ, വ്യക്തി താല്പര്യത്തിന് വേണ്ടിയൊക്കെ, പോപ്പുലാരിറ്റിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ഉഡായിപ്പ് പരിപാടികൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്യണം, അതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യിക്കണം. പല സംഘടനകളും വഴിതെറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ കറക്ഷൻ വരണം. അതിന് വലിയ മുന്നേറ്റങ്ങളുണ്ടാകണം. കാരണം തലമുറയില്ലെങ്കിൽ എല്ലാം പോയി. തലമുറയെപ്പറ്റി കരുതലില്ലാതെ ഇന്നത്തെ പുട്ടടിയുമായിട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാർക്ക് വലിയ ദുരന്തമായിരിക്കും നാളെ സംഭവിക്കുക, ഒരു സംശയമില്ല. അത്തരം ലാഭക്കൊതി മൂത്ത് വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കണം. കച്ചവടക്കാരെ, ചന്തയെ ഒക്കെ നമ്മൾ നിയന്ത്രിക്കണം. ചിന്ത കൊണ്ട് സമൂഹം ഉയർന്നു നിൽക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നല്ലതെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും എൻകറേജ്മെൻറ്റിനും ഒക്കെ നന്ദി. ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ചർച്ചകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതിലൊക്കെ ഒത്തിരി സന്തോഷം. കണ്ടിന്യൂ യുവർ ഹെൽപ്പ്. ഹാപ്പി ലിവിങ്.